മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സ്ഥലത്ത് വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. കാപ്പിത്തോട്ടത്തിൽ വെച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. കടുവയുടെ ആക്രമണം നടന്നത് മാനന്തവാടിക്ക് സമീപം പഞ്ചാരക്കൊല്ലിയിലാണ്. അല്പസമയം മുമ്പ് വനം മന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. നാട്ടുകാർ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. മന്ത്രി OR കേളു സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മന്ത്രി എത്തിയപ്പോഴും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ് വയനാട്ടിൽ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നടന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് ഒരു ആദിവാസി സ്ത്രീയാണ്. താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാപ്പിക്കുരു പറിക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. OR കേളുവിന് നേരെ പ്രദേശവാസികളുടെ പ്രതിഷേധമുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ നടക്കുമ്പോൾ വനം വകുപ്പ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് എന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാനന്തവാടിക്ക് സമീപം വനമേഖലയ്ക്ക് സമീപമാണ്. പഞ്ചാരക്കൊല്ലി എന്ന സ്ഥലത്താണ് കടുവയുടെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാപ്പിത്തോട്ടത്തിലെ ജോലിക്കിടെയാണ് രാധയെ കടുവ ആക്രമിച്ചത്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ സംഭവ സ്ഥലത്ത് എന്താണ് നടക്കുന്നത്? നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എങ്ങനെയായിരുന്നു ഈ സംഭവം? മഞ്ജുഷ, രാവിലെ 8:30ക്കും 9 മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നതെന്നാണ് കരുതുന്നത്. കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോയ രാധ എന്ന സ്ത്രീയെ കടുവ ആക്രമിക്കുകയായിരുന്നു. ഇതിനുശേഷം വനത്തിനുള്ളിലേക്ക് ശരീരഭാഗങ്ങൾ കൊണ്ടുപോയി ഈ കഴുത്തിന്റെ പിൻഭാഗമൊക്കെ ഏതാണ്ട് ഭക്ഷിച്ച അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വനമേഖലയും ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഈ പഞ്ചാരക്കൊല്ലി മേഖലയും തമ്മിൽ വലിയ ദൂരവ്യത്യാസമില്ല, ചെറിയ ദൂരമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഇപ്പോൾ നാട്ടിൽ ഉയർന്നു വരുന്നു. മന്ത്രി OR കേളു അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അടക്കം തടഞ്ഞ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം ഈ ജനവാസ മേഖലയിൽ വലിയ ആശങ്കകളാണ് ഈ കടുവയുടെ സാന്നിധ്യം സൃഷ്ടിക്കുന്നത്. ഈ സ്ത്രീയെ കൊന്ന ശേഷം കാട്ടിലേക്ക് കടുവ മറിഞ്ഞിരിക്കുന്നു എന്ന കണക്കൂട്ടിലാണ് വനപാലകർക്ക്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് വീണ്ടും കടുവ തിരിച്ചെത്തും എന്ന ആശങ്ക ജനങ്ങൾക്കുമുണ്ട്. നമുക്ക് അറിയാം, നേരത്തെ പുൽപ്പള്ളി മേഖലയിൽ കണ്ട കടുവ 7 ദിവസത്തെ ഇടവേളക്കിടയിൽ 5 ആടുകളെയാണ് ഏതാണ്ട് 1-2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വകവരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കടുവ വീണ്ടും ഈ മേഖലയിലേക്ക് തന്നെ കടന്നു വരുന്നതിനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ വലിയ സന്നാഹങ്ങളോടുകൂടി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. കടുവയെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ വിവിധ മേഖലകളിലാണ് ഇത്തരത്തിൽ കടുവയുടെയും ആനയുടെയും ഒക്കെ സാന്നിധ്യം വയനാട്ടിൽ അനുഭവപ്പെട്ടത്. ഒരു അമരക്കുരി ഭാഗത്ത് ഭീതി വിതച്ച കടുവയെ ഒരാഴ്ച നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കൂട്ടിൽ കുടുങ്ങുകയും അതിനെ പിന്നീട് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ആ മേഖലയിൽ മനുഷ്യനാശം സൃഷ്ടിച്ചില്ലെങ്കിൽ പോലും കർഷകർക്ക് വലിയ നാശം വിതച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു മനുഷ്യന്റെ ജീവനെടുത്തോടുകൂടി വലിയ പ്രതിഷേധമാണ് മാനന്തവാടി മേഖലയിൽ വരുന്നത്. നമുക്കറിയാം, ചാലുകത മേഖലയിലെ അജി എന്നയാളെ ആന ചവിട്ടിക്കൊന്ന ശേഷം വലിയ പ്രതിഷേധങ്ങൾ മാനന്തവാടി പട്ടണത്തിൽ ഉയർന്നിരുന്നു. വനംവകുപ്പിന്റെ വാഹനങ്ങൾ തടയുകയും വാഹനങ്ങൾ തകർക്കുകയും പോലീസിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരെ കയ്യേറ്റം നടത്തുകയും ഒക്കെ ചെയ്തടക്കം ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് മാനന്തവാടി പട്ടണത്തിലേക്ക് പ്രതിഷേധത്തിനായി ഒഴുകിയെത്തിയത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഈ സംഭവത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. എന്തായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഇപ്പോൾ വലിയ തോതിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. AK ശശീന്ദ്രൻ പറഞ്ഞത് വനത്തിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വന്ന കടുവയല്ല എന്ന കാര്യം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ സംഭവം എപ്പോഴാണ് നടന്നത് എന്ന് കൃത്യമായിട്ട് പറയുവാൻ കഴിയില്ലല്ലോ. തണ്ടർബോൾട്ട് അംഗങ്ങൾ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഈ ഒരു വാർത്തയാണല്ലോ പുറത്തു വന്നത്. കടുവ വനത്തിലേക്ക് രാധയെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. തീർച്ചയായും 8:30ക്കും 9:30ക്കും ഇടയ്ക്കായിരിക്കാം ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. ഈ രാധ എന്ന സ്ത്രീയെ കാണാതായതിനെ തുടർന്ന് അവരുടെ ആളുകളൊക്കെ ചേർന്ന് അന്വേഷണം നടത്തി വരികയായിരുന്നു എന്ന വിവരവും പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വനമേഖലയിൽ നിന്നും ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഒരുപക്ഷെ ഈ ജനവാസ കേന്ദ്രത്തിൽ, ഈ തോട്ടത്തോട് ചേർന്ന ഇടത്തിൽ തന്നെ പണിയെടുത്ത് പോയപ്പോൾ ഈ ആക്രമിച്ചതാവാനും
വലിച്ചിഴച്ചുകൊണ്ട് ഒരുപക്ഷെ കാട്ടിലേക്ക് പോയത് ആവാനുമുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ സംബന്ധിച്ച വ്യക്തതകൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാവും. കാരണം ജനവാസ കേന്ദ്രത്തിൽ വെച്ചാണ് അല്ലെങ്കിൽ ആ എസ്റ്റേറ്റ് ഭാഗത്ത് വെച്ചാണ് കടുവ പിടികൂടിയതെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ തീർച്ചയായും അതിന്റെ ലക്ഷണങ്ങൾ തീർച്ചയായും ആ മേഖലയിൽ കാണും. ഒപ്പം കാട്ടിനുള്ളിലേക്ക് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അതിന്റെ അവശിഷ്ടവും അവിടെ ലഭ്യമാവും. എന്തായാലും പോലീസ് കൃത്യമായി തന്നെ സ്ഥലത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. കാട്ടിനുള്ളിൽ വെച്ചാണോ സംഭവം നടന്നത് അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ആക്രമിച്ച ശേഷം പിന്നീട് കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീയാണ്, ഒരു പ്രായമായ ഒരു വീട്ടമ്മയാണ് ഈ കടുവ കടിച്ചിരിക്കുന്നത്. അവരുടെ ശരീരം ഭക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന അവസ്ഥ. കഴുത്തിന്റെ പിൻഭാഗമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി കടിച്ച ഒരു നിലയിലാണ് ഈ മൃതദേഹം ഉള്ളത്. ഇത് തന്നെയാണ് ജനങ്ങളുടെ പ്രതിഷേധം വലിയ തോതിൽ ഉയർത്തുന്നതിന് കാര്യം. വരും മണിക്കൂറുകളിൽ മാനന്തവാടിയിലേക്ക് ജനങ്ങൾ പ്രതിഷേധക്കാർ ഒന്നാകെ ഒഴുകിയെത്തുന്നതിനുള്ള സാധ്യതകളാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ മാനന്തവാടിയിലും കൽപ്പറ്റയിലും ഒക്കെ കണ്ടതിനേക്കാൾ വലിയ പ്രതിഷേധം ഒരുപക്ഷെ ഇത്തവണ ഉയർന്നു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. അനീഷ്, പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ ഉള്ളതാണല്ലോ. അവിടെ ജോലിക്കായി എത്തിയ സ്ത്രീയാണോ രാധ? മാനന്തവാടി പട്ടണത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെ മാത്രമാണ് ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാരക്കുള്ളി സ്വദേശിനിയാണ് രാധ. അപ്പച്ചൻ എന്നയാളുടെ ഭാര്യയാണ്. ആദിവാസി സ്ത്രീയുമാണ്. ഈ മേഖലകളിലൊക്കെ പതിവായി ഈ സ്ത്രീകൾ പണിക്ക് ജോലിക്കൊക്കെ പോകുന്ന ഇടമാണ്. ഈ വനമേഖലയോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരിടം. ഒരു 100-300 മീറ്ററൊക്കെയാണ് ഒരുപക്ഷെ ഈ വനവും ജനവാസ മേഖലയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഈ മേഖലയിൽ കാര്യമായ ഒരു കടുവയുടെ ആക്രമണം അടുത്ത കാലത്തൊന്നും ഉണ്ടായതായി വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ജില്ലയുടെ മറ്റു പല മേഖലകളിലും ഈ വേനലൊക്കെ ആവുന്നതോട് കാട്ടിൽ ജല ലഭ്യതയൊക്കെ കുറയുന്നതോട് വന്യജീവികളുടെ കൂട്ടത്തോടെ കാടിറങ്ങുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേ സമയത്ത് ദിനം പ്രതി എന്നോണം വയനാട്ടിൽ നിന്നും ഇത്തരം വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത്തവണ പക്ഷേ കുറച്ചുകൂടി നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കാടിറക്കം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും പറയാൻ കഴിയുന്ന. ഒരുപക്ഷെ വരും ദിനങ്ങളിലൊക്കെ ഈ വന്യജീവി നാട്ടുകാർ തമ്മിലുള്ള സംഘർഷം ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതകളാണ്. പ്രതിരോധ മാർഗങ്ങൾ, പ്രതിവിധികൾ എന്നിവയൊക്കെ സമയബന്ധിതമായി കൈക്കൊള്ളണമെന്ന മുറവിളി ഏറെ നാളുകളായി ഉയരുന്നതാണ്. ട്രെഞ്ച് നിർമ്മിക്കണം, വൈദ്യുത വേലികൾ നിർമ്മിക്കണം എന്നടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഇത്തരത്തിൽ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ആവർത്തിക്കുന്നതാണ്. പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നില്ല. വനത്തിന്റെ മേഖലയിൽ ഉള്ളിൽ വെച്ചാണോ വനത്തിന് പുറത്താണോ എന്നടക്കമുള്ള തർക്കങ്ങളിലേക്ക് പലപ്പോഴും നീങ്ങുകയും രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിലേക്ക് മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ നീങ്ങുകയാണ് പതിവ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ചിത്രം വരും മണിക്കൂറുകളിൽ ലഭ്യമാവും. പക്ഷേ നാട്ടുകാർ, സ്ഥലത്തെത്തിയ മന്ത്രി OR കേളു അടക്കമുള്ള ആളുകളെ തടഞ്ഞു. വനപാലകർക്കെതിരെ രൂക്ഷമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. വരും മണിക്കൂറുകളിൽ എന്തൊക്കെ രീതിയിലാവും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുക, അവരുടെ പ്രതിഷേധ അഗ്നി ഏത് രീതിയിൽ ജ്വലിക്കും എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് ഇപ്പോഴും പ്രവചിക്കാൻ ജനങ്ങളുടെ പ്രതിഷേധത്തിലും കാര്യമുണ്ടല്ലോ. അമരക്കുനിയിൽ കടുവ ഇറങ്ങിയിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല അല്ലേ? അവിടെ വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നതെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനെ തന്നെ കൊന്നിരിക്കുകയാണ്. അതീവ ഗുരുതരമായ കാര്യമായി മാറിയിരിക്കുകയാണല്ലോ വന്യജീവി ആക്രമണം. ഇനി വനം വകുപ്പിന് ന്യായങ്ങൾ പറയുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വയനാട്ടിലെ കാര്യങ്ങൾ പോവുകയാണല്ലോ. തീർച്ചയായും മഞ്ജുഷ്, അതാണ് ഏറ്റവും അപകടകരമായ പേടിപ്പെടുത്തുന്ന കാര്യം. കാരണം അമരക്കുനി മേഖലയിൽ ഈ നാശം വിതച്ച ആ കടുവ ആ സ്ഥലത്തെത്തിയ ശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം കൃത്യമായി 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കഴിയുന്ന ദേവർഗദ്ദയും അമരക്കുനിയിലും അങ്ങനെയുള്ള ആ മേഖലകളിൽ തന്നെ കഴിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കന്ന് കാണാൻ കഴിഞ്ഞത്. ഒരു വട്ടം ആടിനെ പിടിച്ച കടുവ പിന്നീട് ആ മേഖലയിൽ നിന്ന് മാറുന്നില്ല. വീണ്ടും നാളെയും അതേ സ്ഥലത്തേക്ക് എത്തുന്നു, അടുത്ത ദിവസവും അതേ സ്ഥലത്തേക്ക് എത്തുന്നു. അങ്ങനെ തുടർച്ചയായ 7 ദിവസങ്ങളാണ് ആ കടുവ ആ മേഖലയിൽ തന്നെ തുടരുകയും 5 ആടുകളെ കൊല്ലുകയും ചെയ്തു. തിന്നാൻ അതിന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അതുതന്നെയാണ് ഈ മേഖലയിലും, ഈ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന മേഖലയിലും ആശങ്ക വിതയ്ക്കുന്നത്. ഒരുപക്ഷെ പ്രിയദർശിനി എസ്റ്റേറ്റ് ആവാം, അതിനടുത്തുള്ള സ്ഥലമാവാം, ഏതെങ്കിലും ഇടങ്ങളിൽ മനുഷ്യഗന്ധം കിട്ടിയ ഈ കടുവ വീണ്ടും എത്തുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. കാട്ടിനുള്ളിലേക്ക് ഓടിമറിഞ്ഞാൽ അതിനെ പിടികൂടാൻ നിയമമില്ല, അതിനെ കണ്ടെത്താൻ നിയമമില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ കാട്ടിൽ വെച്ച് പിടികൂടുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. പക്ഷേ കാട്ടിൽ വെച്ച് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും രാത്രിയുടെ മറവിൽ അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയില്ലാത്ത സമയത്ത് കാടിന്റെ മറ്റൊരിടത്തൂടെ ഈ കടുവ പുറത്തേക്ക് ഇറങ്ങുകയും ജനങ്ങളെ പിടികൂടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം
അപകടകരമായ സാഹചര്യം. അമരക്കുനിയിൽ നഷ്ടപ്പെട്ടത് 5 ആടുകളെയാണെങ്കിൽ ഇവിടെ എത്ര മനുഷ്യജീവനുകളാവും എന്ന ചോദ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, വനമന്ത്രി ഇപ്പോൾ പറഞ്ഞതിനെതിരെയും നാട്ടുകാർ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കും. കാരണം നാട്ടുകാർ പറഞ്ഞത് വനത്തിനുള്ളിലല്ല ഈ സംഭവം നടന്നിരിക്കുന്നത്, വനത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ്, അത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്നാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. മാത്രമല്ല, ഇതേ ഭാഗത്ത് തന്നെ കടുവയുടെ ശല്യം ഉണ്ട് എന്ന് നേരത്തെയും പരാതിപ്പെട്ടിട്ടുള്ളതാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായും മന്ത്രി പറയുന്ന വാക്കുകൾക്കെതിരെ തന്നെയാണ് ഓരോ ഘട്ടത്തും. മാനന്തവാടിയിൽ അജി മരിച്ചപ്പോഴായാലും മറ്റു ഇടങ്ങളിലൊക്കെ പല ആളുകൾ എണ്ണി ആളുകൾ പറയുന്നുണ്ട് മരിച്ച ആളുകളുടെ പേരുകൾ. ആ സമയത്തൊക്കെയും വനംവകുപ്പ് വനത്തിൻ്റെതായ നിയമങ്ങൾ പറയും, അല്ലെങ്കിൽ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഓരോ സമയത്തും വനംവകുപ്പ് രംഗത്തെത്തിയത്. നമുക്ക് അമരക്കുനിയിൽ തന്നെ ആയാൽ പോലും ആദ്യത്തെ ആടിനെ കൊന്നപ്പോൾ മുതൽ തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടി കാട്ടിനുള്ളിലേക്ക് അയക്കണമെന്ന ആവശ്യം പറയുകയും ചെയ്തു. പക്ഷേ വന നിയമങ്ങൾ ശക്തമാണ്, പ്രത്യേകിച്ചും കടുവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത്രയധികം നാശനഷ്ടം വരുത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്ന രീതിയിലുള്ള നാശനഷ്ടം വരുത്തിയില്ലെങ്കിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് വനംവകുപ്പ് എത്തി. കൂടുവെച്ച് ഈ കടുവയെ പിടികൂടണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ദിവസങ്ങളോളം ആ മേഖലയിൽ ആ കടുവ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ആ കൂടിനുള്ളിൽ ഭാഗ്യവശാൽ ഈ കടുവ കുടുങ്ങുകയും പിന്നീട് അവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് ഈ കടുവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശക്തമായി തുടരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് വരുന്നത്. എന്താണ് ഇനി സർക്കാരിന്റെ അടുത്ത നടപടി എന്നതാണ് ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഒപ്പം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വരും മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ മേഖലകളിൽ ഉയരും. ഇപ്പോൾ തന്നെ കാട്ടിൽ വെച്ചാണ് ഈ അപകടം നടന്നതെന്ന ഈ കടുവ ഈ സ്ത്രീയെ പിടിച്ചതെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനം ഉയരുന്നു. ജനങ്ങൾ രാവിലെ മുതൽ പറയുന്നത് ഈ ജനവാസ കേന്ദ്രത്തിൽ വെച്ച് പിടിച്ച ശേഷം ഈ സ്ത്രീയെ കൊണ്ട് വലിച്ചിഴച്ച് കാട്ടിലേക്ക് ഈ കടുവ കൊണ്ടുപോയി എന്നതാണ്. അതിന് ഘടകവിരുദ്ധമായ പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയ എതിർപ്പാണ് മന്ത്രിക്ക് നേരെ വരുന്നത്. നേരത്തെ തന്നെ വനം മനുഷ്യ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഓരോ ഘട്ടത്തിലും ഈ ജീവികൾക്ക് അനുകൂലമായ, മൃഗങ്ങൾക്ക് അനുകൂലമായ തീരുമാനമാണ് മന്ത്രി എടുക്കുന്നതെന്ന വിമർശനം ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ വനഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ജീവികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ കടന്നാക്രമണം ചുരുക്കുകയാണ് ഈ വന ഭേദഗതി നിയമത്തിൽ ഊന്നൽ നൽകിയതെന്ന വിമർശനം ഉയർന്നിരുന്നു. വിമർശനം കടുത്തതോടെ, സർവ്വമേഖലകളിൽ നിന്നും വിമർശനം കടുത്തതോടെ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അനീഷ, ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ വീണ്ടും ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സംഷാദ്, ഇതിപ്പോൾ ഇതേ പ്രദേശത്ത് തന്നെ കടുവയുടെ ആക്രമണം ഉണ്ടാകുമെന്നോ മറ്റോ ഉള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ? നേരത്തെ വനംവകുപ്പുമായിട്ട് യോഗം ചേർന്നതാണല്ലോ, അതിലെന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞിരുന്നോ? ആ യോഗത്തിൽ ഇത്തരത്തിലുള്ളൊരു സാന്നിധ്യത്തെ കുറിച്ച് വനംവകുപ്പ് പറഞ്ഞിട്ടില്ല. കാരണം ഇത് സൗത്ത് വയനാട് റേഞ്ചിലാണ് വരുന്നത്. സൗത്ത് വയനാട് DFO ശ്രീ മാർട്ടിൻ ലോവർ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു, മുഴുവൻ സമയം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ മഞ്ജുഷ, ഒരു കാര്യമുള്ളത്, ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കൃത്യമായി കടുവയുടെ സാന്നിധ്യവും കടുവ ആക്രമണവും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കാരണം അതൊരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെയായി ബന്ധപ്പെട്ടാണ്. കാരണം 2023 ഏകദേശം ഫെബ്രുവരി മാസത്തിലാണ് പ്രജീഷിന്റെ മരണം ഉണ്ടാവുന്നത് കടുവ ആക്രമണവുമായൊക്കെ ബന്ധപ്പെട്ട്. അപ്പൊ ഈ മാസങ്ങളിൽ സ്വാഭാവികമായി കടുവയുടെ സാന്നിധ്യം വയനാടിന്റെ കാടുകളിലും കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് വനംവകുപ്പിന് അറിയാം. അപ്പൊ അതിനൊരു മുൻകരുതൽ അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാവേണ്ടതാണ്. കാരണം കടുവയുടെ സാന്നിധ്യം മുൻവർഷങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥലം, വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പ്രദേശങ്ങൾ, മനുഷ്യരെ ആക്രമിച്ച പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. കാരണം ആ പ്രദേശങ്ങളിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്. ഇപ്പൊ പഞ്ചാരക്കൊല്ലിയിൽ ഒരു 1.5 വർഷത്തിന് മുമ്പ് ഫോറസ്റ്റിനോട് ചേർന്ന്, ഇപ്പോൾ രാധ മരണപ്പെട്ടതുപോലെ ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് ഒരു പശുവിനെ കടുവ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ ഞങ്ങളെല്ലാവരും പോയതും അതിൽ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ഇടപെടുകയും ചെയ്ത ആളുകളാണ്. അപ്പൊ ആ ഒരു പ്രദേശത്ത് 1.5 വർഷം ഉണ്ടായ സാന്നിധ്യം ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. അപ്പൊ ഈ മാസങ്ങളിൽ അതൊരു പ്രത്യേക ശ്രദ്ധ വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതിരുന്നു. ഇനി കടുവയുടെ സാന്നിധ്യം ഇവർ അറിയാത്തതാണോ, അല്ലെങ്കിൽ ഇവരത് ഗൗരവത്തിൽ എടുത്തില്ലേ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തമാക്കേണ്ടത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള തന്നെയാണ്. സംഷാദ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എസ്റ്റേറ്റിന് സമീപം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണല്ലോ, ഇല്ലേ? അപ്പോൾ കടുവ ഇതേ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ. അപ്പോൾ അടുത്ത നടപടി എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ മന്ത്രി പറയുന്നുണ്ട് വെടിവെക്കുമെന്നാണ് പറയുന്നത് കടുവയെ കണ്ടെത്തിയാൽ. ഒരു നരഭോജി കടുവയായിട്ടുണ്ടല്ലോ, അതിനാൽ തന്നെ വെടിവെക്കുന്നതിനും തടസ്സമില്ലല്ലോ. അതുകൊണ്ട് പക്ഷേ ഇത് ജനങ്ങളുടെ ഒരു ആശങ്ക ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ, കാരണം അവിടെ ആളുകൾ താമസിക്കുന്ന സ്ഥലമായതിനാൽ.
തീർച്ചയായും ആശങ്ക നിലനിൽക്കും. കാരണം ആ ഒരു പ്രദേശം പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശം, പിലാക്കാവ് പഞ്ചാരക്കൊല്ലി, ആ ഒരു പ്രദേശം എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. വീടുകൾ തൊട്ടടുത്ത് വീടുകൾ ഉള്ളതും, എന്നാൽ സർക്കാരിന്റെ പ്രിയദർശിനി ടീ പ്ലാന്റേഷനിൽ ജോലിക്ക് പോകുന്ന ആളുകളും അതിനോടൊപ്പം സ്വകാര്യ തോട്ടങ്ങളിൽ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രദേശത്ത് ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ്. തൊട്ടടുത്ത് ഫോറസ്റ്റും ഉണ്ട്. അപ്പൊ കടുവ ഫോറസ്റ്റിൽ കയറി എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. കാരണം മനുഷ്യന്റെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഒരു കടുവ ആ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ ആശങ്ക തന്നെയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി വെടിവെക്കാൻ ഉത്തരവ് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനും അത് മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറയുന്നതാണ് കേട്ടത്. പക്ഷെ അത് ആ ഉത്തരവ് ഇട്ടു എന്ന് മന്ത്രി പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല. നടപടികൾ ഉണ്ടാവണം, വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ ഉണ്ടാവണം. കാരണം ഇന്നൊരു വൈകുന്നേരം എന്ന് പറയുന്ന ഒരു 4 മണി 5 മണി വരെയുള്ള ഒരു സമയമാണ് പീക്ക് സമയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ ഈ ആശങ്ക വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. ഇനി കടുവ ഐഡന്റിഫൈ ചെയ്യണം. ഈ കടുവയെ ആദ്യം ചെയ്യേണ്ടത് ഐഡന്റിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. കാരണം അതിൽ അവർക്ക് ക്യാമറ ട്രാപ്സ് ഉണ്ട്. അതിനകത്തുള്ള കടുവയാണോ, അതിന്റെ ക്യാമറ ട്രാപ്സ് അടിയന്തരമായി ക്യാമറ ട്രാപ്സ് വെക്കണം. നമ്മളുടെ ഈ ഉള്ള കടുവയാണോ, ഏതാണ് കടുവ എന്ന് കണ്ടെത്തണം. അതിന് ആ പ്രൊസീജിയർ പാലിക്കപ്പെടണം. അതിനകത്ത് കാലതാമസം ഉണ്ടാവരുത്. ഇത് വ്യക്തമായി പറയാനുള്ളൊരു കാരണം, ഇപ്പോ അജീഷിന്റെ മരണം ആ കാട്ടാന ആക്രമിച്ചുള്ള മരണമാണെങ്കിലും പ്രജീഷിന്റെ മരണം കടുവാക്രമണത്തിലാണെങ്കിൽ പോലും ഇതിനെ തുടർന്നുള്ള ഉത്തരവുകൾ കിട്ടാൻ വേണ്ടി വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതിന്റെ ഭാഗമായി ഉത്തരവിടേണ്ട ഒരു സാഹചര്യം വനംവകുപ്പിനുണ്ടായിട്ടുണ്ട്. അത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് ജനങ്ങളെ തെരുവിലിറക്കാൻ വനംവകുപ്പ് നിൽക്കരുത്. അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം. വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കണം. കാരണം ആ ഒരു പ്രദേശത്ത് ഒരു സാന്നിധ്യവും വന്യമൃഗത്തിൻ്റെതായി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന വനംവകുപ്പിന്റെ വാദം തെറ്റാണ്. കാരണം 1.5 വർഷത്തിന് മുമ്പ് അവിടെ പശുവിനെ കടുവ ആക്രമിക്കുകയും ആ സ്ഥലത്ത് ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ OR കേളു, അന്ന് അദ്ദേഹം MLA ആണ്, ഞാനും അദ്ദേഹവും ആ സ്ഥലത്ത് പോയ ആളാണ്. അപ്പൊ അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, 1.5 വർഷം മുമ്പ്. അപ്പൊ ആ പ്രദേശത്തൊരു ശ്രദ്ധ ഉണ്ടായിരുന്നോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളതും കൃത്യമായി വനംവകുപ്പ് വ്യക്തമാക്കണം. നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. ഈ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കുകയും വേണം. ശരി, സംഷാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രതികരിച്ചത്. ന്യായമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിലും ന്യായമാണ്. കാരണം 1.5 വർഷം മുൻപ് ഇവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് എന്നുള്ളതും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. 2023 ഡിസംബറിൽ വയനാട്ടിൽ തന്നെ വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ പ്രജീഷ് എന്ന യുവാവ് കൊല്ലപ്പെട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ മാനന്തവാടിയിൽ രാധ എന്ന ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കാപ്പിക്കുരു പറിക്കാൻ പോയതാണ് രാധ. അവിടെ വെച്ചാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് തുരത്തിയ കൊമ്പൻ തിരിച്ചു വരാതിരിക്കാൻ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ്. വനാതിർത്തിയിൽ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആന കാടിറങ്ങാതിരിക്കാൻ പ്രദേശത്ത് കുങ്കിയാനകളുടെ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 20 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കിണറ്റിലകപ്പെട്ട ആനയെ കരയ്ക്ക് കയറ്റിയത്. കാട്ടിലേക്ക് തുരത്തിയ ആന വീണ്ടും നാട്ടിലിറങ്ങാതിരിക്കാൻ വനംവകുപ്പ് നടപടികൾ ശക്തമാക്കി. കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് വന്യജീവികൾ എത്തുന്നത് തടയാൻ നടപടി ഉറപ്പാക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ വാച്ചർമാരെ നിയോഗിച്ചു. മേഖലയിൽ ഫെൻസിംഗ് നിർമ്മാണവും തുടങ്ങി. പിന്നാലെയാണ് കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനെയും വിക്രമനെയും എത്തിച്ചത്. ഇവ ഇനി മേഖലയിൽ നിരീക്ഷണം നടത്തും. വെറ്റിലപ്പാറ സ്വദേശി സണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള കിണറ്റിലാണ് ആന വീണത്. സണ്ണിക്ക് പുതിയ കിണർ കുഴിക്കാൻ 1.5 ലക്ഷം രൂപ വനംവകുപ്പ് നൽകും. വലിയ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു 5-6 മാസമായിട്ട് കാട്ടാന ശല്യം, കുരങ്ങ് എല്ലാം അങ്ങനെയുള്ള ഇതുകൊണ്ട് ഭയങ്കര ശല്യം തന്നെ. പന്നി ഈ അടുത്ത കുറച്ചു കാലമായിട്ട് ഈ ഒരു കൊമ്പൻ ആന ഒരുപാടുണ്ട്. ഇത് കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങി വരിക. ഇപ്പം കാട്ടിലേക്ക് കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ആന ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഫോറസ്റ്റ് അവര് പറഞ്ഞേക്കുന്ന ഇന്ന് കൊങ്കിയാനെ കൊണ്ടുവന്ന് ഇതിനെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുന്ന ആവശ്യപ്രകാരം. പിന്നെ ഞങ്ങൾക്ക് ഫെൻസിങ് ചെയ്തു തരാമെന്ന് സമ്മതിച്ചു. തുടർച്ചയായ വന്യജീവി ആക്രമണത്തിൽ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഇവിടെ സാധാരണ ഒരു കൃഷിക്കാരന് കൃഷി ചെയ്യാൻ പറ്റില്ല. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് യാതൊരു രക്ഷയില്ല. അതുപോലെ പണിക്ക് പോകുന്നവർക്കോ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും റോട്ടിൽ കൂടെ വെളുപ്പിന് നടക്കാൻ പറ്റില്ല ആനയുടെ ശല്യം കൊണ്ട്. വന്യജീവി ശല്യം തടയാൻ ഉറപ്പു നൽകിയ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 മലപ്പുറം.
അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് പരുക്കേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി വിട്ടു. മസ്തകത്തിൽ മരുന്ന് വെച്ച് ആന്റിബയോട്ടിക്കുകളും നൽകിയിട്ടുണ്ട്. മറ്റ് ആനകൾക്കൊപ്പം ചാലക്കുടി പുഴയുടെ കരയിലുള്ള മുളങ്കാട്ടിലാണ് രാവിലെ മുറിവേറ്റ കൊമ്പൻ എത്തിയത്. മൂന്ന് കൊമ്പനും ഒരു പിടിയും രാവിലെ കാടിറങ്ങി. കൂട്ടമായി എത്തിയ ആനകളിൽ പരിക്കേറ്റ കൊമ്പൻ മാറിയ സമയം നോക്കി മയക്കുവെടിവെക്കാൻ ആദ്യ ശ്രമം. ആന ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തത് ആശങ്കയുണ്ടാക്കി. പിന്നെ 2 തവണ കൂടി മയക്കുവെടി. മയക്കുവെടിയേറ്റതിനെ തുടർന്ന് ആന കാലടി പ്ലാന്റേഷനിലെ മുനിപ്പാറ ക്ഷേത്രത്തിന് സമീപം നിലയുറപ്പിച്ചു. ഇവിടെ വെച്ച് ആനയ്ക്ക് ചികിത്സ നൽകി. ആനകൾ തമ്മിൽ കൊമ്പുകോർത്തുണ്ടായ മുറിവ് ആഴത്തിലുള്ളതായിരുന്നുവെന്ന് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലേസൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് റിസ്ക്കാണ്, കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി, നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ് ചെയ്തു, ആൻറ്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ആനയ്ക്ക് തുടർ നിരീക്ഷണം നൽകുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. 2 സ്റ്റാഫും നമ്മുടെ 2 വാച്ചറും ഇപ്പോൾ ഉണ്ട്. ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇൻഫർമേഷൻ. ഇപ്പോൾ വനത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ വെച്ചാണ് ട്രീറ്റ് ചെയ്തത്. കാട്ടാനയ്ക്ക് ചികിത്സ നൽകാൻ ദിവസങ്ങൾ നീണ്ടുനിന്ന ദൗത്യമാണ് വനപാലകർ നടത്തിയത്. അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞുവെന്നതും ആശ്വാസകരമാണ്. ന്യൂസ് 18 തൃശൂർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര സമരയാത്രയ്ക്ക് നാളെ തുടക്കമാകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് K സുധാകരൻ അധ്യക്ഷനായിരിക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ രക്ഷിക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യമുന്നയിച്ചാണ് യാത്ര. ഫെബ്രുവരി 5-ന് യാത്ര അമ്പൂരിയിൽ സമാപിക്കും. കേന്ദ്ര വന്യജീവി നിയമം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം പ്രതിപക്ഷ സമരമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരു നിയമവും അടിച്ചേൽപ്പിക്കില്ല. കേരളത്തിന്റെ വനനിയമം പരിഷ്കരിക്കേണ്ട എന്ന അഭിപ്രായമാണോ പ്രതിപക്ഷത്തിനുള്ളത്? 72-ലെ കേന്ദ്ര വനനിയമത്തിൽ കാതലായ മാറ്റം വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. KPCC അധ്യക്ഷൻ K സുധാകരൻ വീഴുമോ വാഴുമോ എന്നതിൽ ഉദ്വേഗം നിറഞ്ഞ ചർച്ചകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്നതിനിടെ കണ്ണൂരിൽ നാളെ നിർണായകമായ കൂടിക്കാഴ്ച. പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPCC പ്രസിഡന്റ് K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MP സ്ഥാനവും രാജിവെക്കും എന്ന കടുത്ത നിലപാടിലാണ് K സുധാകരൻ. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തെ തുടർന്ന് AICC പ്രതിനിധി സംഘം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് KPCC അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമഗ്ര അഴിച്ചുപണിക്ക് കളമൊരുങ്ങിയേക്കുമെന്ന ചർച്ചകൾ സജീവമായത്. പക്ഷേ അധ്യക്ഷനെ മാറ്റണമെന്ന നിലപാട് നേതാക്കളാരും പരസ്യമാക്കിയതുമില്ല. അതിനിടെ സുധാകരൻ നല്ല പ്രസിഡന്റാണെന്നും മാറ്റണമെന്ന അഭിപ്രായം തനിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവിന് അങ്ങനെയുണ്ടെങ്കിൽ പറയട്ടെ എന്നും വ്യക്തമാക്കി പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല രംഗത്തെത്തി. KPCC പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മാറ്റം വേണമെന്ന് ആരും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മാറ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ്, ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് തനിക്കെതിരെ നടക്കുന്നത് സംഘടിത നീക്കമാണെന്നും ഇതിന് ചില പ്രമുഖ നേതാക്കളുടെ പിന്തുണയുണ്ടെന്നുമാണ് സുധാകരന്റെ വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ലഭിച്ച വലിയ ഭൂരിപക്ഷം പ്രവർത്തകർക്കിടയിലെ തന്റെ സ്വാധീനത്തിന്റെ ഫലമാണെന്നും സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ചിറക്കിവിടാൻ നോക്കിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നുമാണ് സുധാകരൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം വേണുഗോപാലുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിലും അദ്ദേഹം ആവർത്തിച്ചേക്കുമെന്നാണ് സൂചന.
കടുത്ത തീരുമാനത്തിന് ഹൈക്കമാൻഡ് മുതിർന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശനെയും മാറ്റണമെന്ന നിലപാട് സുധാകരൻ പക്ഷം ശക്തമാക്കും. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനിടയുള്ള കോളിളക്കം മുന്നിൽ കണ്ടാണ് തലപ്പത്തെ അഴിച്ചുപണി തിടുക്കത്തിൽ വേണ്ടെന്ന ഹൈക്കമാൻഡ് തീരുമാനമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സുധാകരനെ മാറ്റിയാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നത് നേതൃത്വത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയാകും. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തകർക്ക് സ്വീകാര്യനായ ഒരാളെ കണ്ടെത്തുക എന്നതാണ് ദുഷ്കരമായ ദൗത്യം. അതേസമയം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പൂർണ്ണ പിന്തുണ തനിക്കൊപ്പമാണെന്ന ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമോ എന്ന ചോദ്യത്തിന് കടിച്ചു തൂങ്ങാനില്ലെന്ന് കെ സുധാകരൻ മറുപടി നൽകുമ്പോഴും അദ്ദേഹത്തിന്റെ പിൻബലം മുതിർന്ന നേതാക്കളുടെ പിന്തുണ തന്നെ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണി, ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്ക് പുറമെ മുൻ KPCC അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും K മുരളീധരനും സുധാകരൻ തുടരട്ടെ എന്ന നിലപാടിലാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ സുധാകരനെ മാറ്റി KPCCയിൽ സമഗ്ര അഴിച്ചുപണി വേണമെന്ന നിലപാടിലും. MM ഹസൻ, KC ജോസഫ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവരും സതീശനൊപ്പമെന്നാണ് സൂചന. അതേസമയം AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 1 ഡസനിലേറെ നേതാക്കളാണ് KPCC അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത്. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ആന്റണിയുടെ നീക്കം. സമുദായ സംഘടനകൾ ഒപ്പമുണ്ടെന്ന നിലപാടിൽ അടൂർ പ്രകാശും പഴയ A ഗ്രൂപ്പിന്റെ പ്രതിനിധിയെന്ന അവകാശവാദവുമായി ബെന്നി ബെഹനാനും തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയും മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാറും ശരത് ചന്ദ്ര പ്രസാദും ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിലുണ്ട്. കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള അഴിച്ചുപണിയിലേക്ക് കടന്നാൽ ഇവരിൽ ആരെ തെരഞ്ഞെടുക്കണമെന്നതാകും നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകരെയും നേതാക്കളെയും ആവേശത്തിലാക്കി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇവരിൽ ആർക്കാകും എന്നതാണ് കടുത്ത തീരുമാനത്തിന് മുതിർന്നാൽ ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്ന പ്രധാന വെല്ലുവിളി. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7530, പവന് 60240. 18 ക്യാരറ്റ് ഗ്രാമിന് 6230, പവന് 49840. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.